2006 മുംബൈ ട്രെയിൻ സ്ഫോടന കേസിലെ 12 പ്രതികളെയും വെറുതെ വിട്ട ബോംബെ ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. വിധിക്കെതിരെ മഹാരാഷ്ട്ര സർക്കാർ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ നടപടി. അതേസമയം പ്രതികൾ തിരികെ ജയിലിലേക്ക് പോകേണ്ടതില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേർന്നുണ്ട്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ? ഏറെ സുപ്രധാനമായ നീക്കമാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് 2006 മുംബൈ ട്രെയിൻ സ്ഫോടന കേസിലെ പ്രതികളെ നേരത്തെ മുംബൈ ഹൈക്കോടതി അവരെ വെറുതെ വിടുന്ന ബോംബെ ഹൈക്കോടതി അവരെ കുറ്റവിമുക്തരാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി അവരെ വെറുതെ വിട്ടത്. മാത്രമല്ല, കോടതി പറഞ്ഞൊരു കാര്യം, ഇത് കെട്ടിച്ചമയ്ക്കപ്പെട്ട മൊഴികൾ, അവരെ മർദ്ദിച്ച് അവരെ പ്രഷറൈസ് ചെയ്തെടുത്ത മൊഴികൾ ആണ് എന്ന തരത്തിൽ വ്യാഖ്യാനവും കോടതിയുടെ ഈ ഉത്തരവിലുണ്ടായിരുന്നു. അതിനെതിരെയാണ് മഹാരാഷ്ട്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയിൽ നിന്നും മഹാരാഷ്ട്ര സർക്കാരിന് അനുകൂലമായി വിധി വന്നിരിക്കുന്നു. ആ കേസ് ആ ഹർജിയിൽ ഇവരുടെ ശിക്ഷ റദ്ദാക്കിയ നടപടി സ്റ്റേ ചെയ്തിരിക്കുന്നു. പക്ഷേ അതിൽ കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇവർ തൽക്കാലം ജയിലിലേക്ക് പോകേണ്ടതില്ല, ഇതിന്മേൽ വാദം പൂർത്തിയായ ശേഷം അക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും എന്നുള്ളതാണ്. പക്ഷേ മഹാരാഷ്ട്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വിധിയാണ് ഈ ഘട്ടത്തിൽ വന്നിട്ടുള്ളത്. ശരി.